അതിനാടകീയ രംഗങ്ങളാണ് കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും മൂർധന്യത്തിലായിരുന്നു ഇന്നത്തെ പകൽ ഇതുവരെ. മത്സരിക്കണമെന്ന കെ സുധാകരന്റെ ഉറച്ച തീരുമാനത്തിന് മുന്നിൽ അടിപതറിയിരിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് എന്നതാണ് പുറത്തുവരുന്ന വിവരം. അർദ്ധരാത്രി കഴിഞ്ഞും നീണ്ട ചർച്ചകളാണ് ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. മത്സരിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ച സുധാകരൻ ഒരു അനുനയത്തിനും വഴങ്ങിയിരുന്നില്ല. എന്നാൽ എംപിമാരെ മത്സരിപ്പിക്കേണ്ടതില്ലെന്ന കടുത്ത നിലപാടിൽ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും എത്തി. എംപിമാർ മത്സരിക്കേണ്ടതില്ലെന്ന തീരുമാനം അറിയിച്ചതോടെ പാർട്ടി വിടുമെന്നായിരുന്നു സുധാകരന്റെ ഭീഷണി. പിളർപ്പിന്റെ വക്കിലെന്ന് തോന്നിച്ച ഘട്ടത്തിൽ കോൺഗ്രസ് എത്തുന്നത് നമ്മൾ ഇന്ന് കണ്ടു. ആ ഘട്ടത്തിൽ രക്ഷകനായി എത്തിയത് AK ആന്റണിയാണ്. AK ആന്റണിയുടെ ഇടപെടലിൽ പിന്നെയും ചർച്ചകൾ, പിന്നെയും മണിക്കൂറുകൾ ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു. കെ സുധാകരനെ അനുനയിപ്പിക്കാനായി എന്നതാണ് ഈ ഘട്ടത്തിൽ വന്ന വാർത്ത. കെ സുധാകരന് മാത്രമായി മത്സരിക്കാൻ അനുവാദം നൽകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ മണിക്കൂറുകൾ കഴിയുമ്പോഴും ഔദ്യോഗിക തീരുമാനത്തിനായുള്ള കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ്. അതെന്തുകൊണ്ട് എന്നതിന് ഉത്തരമില്ല. അപ്പോൾ എന്താണ് സുധാകരനുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത് എന്നതാണ് നമ്മൾ ഈ ഫോക്കസിൽ പരിശോധിക്കുന്നത്. കണ്ണൂർ എന്റെ ഹൃദയരക്തമാണ് എന്ന് കുറിച്ചുകൊണ്ടിട്ട ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കണ്ണൂർ സീറ്റിനായുള്ള യുദ്ധം കെ സുധാകരൻ തുടങ്ങിവെച്ചത്. അതിനു മുന്നിൽ ഹൈക്കമാൻഡ് മുട്ടുകുത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കണ്ണൂരിലെ കോൺഗ്രസ് പ്രസ്ഥാനം എന്നത് തന്റെ രാഷ്ട്രീയ മേൽവിലാസമാണെന്നും അവിടുത്തെ സാധാരണക്കാരായ പ്രവർത്തകരെ സംരക്ഷിക്കാൻ ഒരു തള്ളക്കോഴിയെപ്പോലെ താൻ കൂടെയുണ്ടായിരുന്നുവെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കല്ലിൽ നിന്നും കത്തിയിൽ നിന്നും ബോംബിൽ നിന്നും തന്റെ പ്രവർത്തകരെ കാത്തു സൂക്ഷിച്ച നാളുകളെക്കുറിച്ച് അദ്ദേഹം ആ കുറിപ്പിൽ പരാമർശിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആക്രമണങ്ങളിൽ ജീവൻ ബലി നൽകേണ്ടി വന്ന തന്റെ സഹപ്രവർത്തകരുടെ മുഖങ്ങളാണ് കണ്ണടയ്ക്കുമ്പോൾ ഉള്ളിൽ തെളിയുന്നതെന്നും അത്രമേൽ വൈകാരികമായ ബന്ധമാണ് തനിക്ക് കണ്ണൂരുമായുള്ളതെന്നുമാണ് കെ സുധാകരൻ ആ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയത്. കോൺഗ്രസിന്റെ ത്രിവർണ പതാക നെഞ്ചിലേറ്റി ഇനിയും താൻ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന ഉറപ്പോടെയാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിച്ചത്. എന്നാൽ ഇന്ന് ആ ത്രിവർണ പതാകയോട് സുധാകരൻ ഗുഡ് ബൈ പറയും എന്ന ഘട്ടം വരെ കാര്യങ്ങളെത്തി. അർദ്ധരാത്രി കഴിഞ്ഞ് നീണ്ട ചർച്ചകളിൽ സീറ്റില്ല എന്നുറപ്പായ സുധാകരൻ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് വാർത്താ സമ്മേളനം. എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. മാധ്യമങ്ങളൊക്കെ സുധാകരന്റെ വാർത്താ സമ്മേളനത്തിനായി കാത്തിരിക്കെ സുധാകരന് KCയുടെ സന്ദേശമെത്തി. സീറ്റില്ല എന്ന് വ്യക്തമായ സുധാകരൻ പാർട്ടിയോട് ഗുഡ് ബൈ പറഞ്ഞു. കണ്ണൂരിൽ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള ഒരുക്കമാണ് സുധാകരൻ നടത്തുന്നതെന്ന വാർത്ത പരന്നു. വെറുതെ അങ്ങ് മത്സരിക്കാനല്ല, പാർട്ടി രൂപീകരിക്കാനും കണ്ണൂരിലും സംസ്ഥാനത്തിന് പലയിടത്തും വിമതരും അസ്വസ്ഥരുമായ ആളുകളെ ഒപ്പം നിർത്താനുമൊക്കെ നീക്കം നടക്കുന്നു എന്നതായിരുന്നു ഒരു ഘട്ടത്തിൽ വന്ന വാർത്ത. മറ്റൊന്ന് BJPയിലേക്ക് പോകുമോ എന്ന സാഹചര്യമായിരുന്നു. BJP അതിനുള്ള സാധ്യതകൾ തേടുന്നു, അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന് വാർത്ത വന്നു. എന്തായാലും സംസ്ഥാന വ്യാപകമായി പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ പിന്തുണ തനിക്കുണ്ട് എന്ന് സുധാകരൻ അവകാശപ്പെട്ടിരുന്നതാണ്. തനിക്കൊപ്പം മത്സരിക്കാൻ തയ്യാറെടുത്ത് സംസ്ഥാന വ്യാപകമായി DCC ഭാരവാഹികൾ വരെ രംഗത്തുണ്ട് എന്നും സുധാകരൻ അവകാശപ്പെട്ടിരുന്നു. ഒരു പിളർപ്പിലേക്ക് എന്ന് തോന്നിപ്പിച്ച സാഹചര്യമായിരുന്നു ഇന്ന് ഉച്ചവരെ ഉണ്ടായിരുന്നത്. കോൺഗ്രസ് തകർന്നടിയുമോ ഈ നിർണായക തെരഞ്ഞെടുപ്പിന് മുൻപിലെന്ന് എല്ലാവരും അങ്കലാപ്പിലായ എല്ലാ കോൺഗ്രസുകാരും കരുതിയ ഭയന്ന നിമിഷങ്ങൾ. എന്തായാലും ആ ഘട്ടത്തിലാണ് രക്ഷകനായി AK ആന്റണി പ്രത്യക്ഷപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ഇടപെടൽ സുധാകരന് നൽകിയ ഊർജം, സുധാകരന് മുന്നിൽ ഹൈക്കമാൻഡ് മുട്ടുമടക്കുന്നതിന്റെ സാഹചര്യമായാണ് കണ്ടത്. എന്തായാലും AK ആന്റണിയുടെ ആ വാക്കുകളൊന്ന് കേൾക്കാം. സുധാകരൻ തീർച്ചയായും മൂന്നാമതൊരിക്കൽ കൂടിയുള്ള ഒരു പിണറായി ഭരണം കേരളത്തിൽ വരുന്നതിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കത്തില്ല എന്നാണ് എന്റെ ഉറപ്പ്. ചോദ്യോത്തരത്തൊന്നും വേണ്ട. നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ ബഹുമാനിക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. അല്ല, ഞാൻ പറയത്തില്ല. ഞങ്ങളുടെ സ്വകാര്യ സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ പറഞ്ഞത് ശരിയല്ല. സുധാകരൻ കടുംകൈ ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ രമേശ് ചെന്നിത്തലയാണ് ആദ്യം രംഗത്തിറങ്ങിയത്. ഉടൻ തന്നെ തിരുവനന്തപുരത്തെ AK ആന്റണിയുടെ വസതിയിലേക്ക് ചെന്നിത്തലയുടെ കോൾ വരുന്നു. ആന്റണിയെ സ്ഥിതിഗതികൾ ചെന്നിത്തല അറിയിക്കുന്നു. പിന്നാലെ രാഹുൽ ഗാന്ധിയെയും ഹൈക്കമാൻഡ് പ്രതിനിധികളെയും ബന്ധപ്പെട്ട ചെന്നിത്തല സുധാകരന്റെ പ്രാധാന്യം പാർട്ടിയെ ബോധ്യപ്പെടുത്തുന്നു. സുധാകരൻ പടയായി ഇറങ്ങിയാൽ
മലബാറിലെ കോൺഗ്രസ് തകരുമെന്ന മുന്നറിയിപ്പായിരുന്നു ചെന്നിത്തല നൽകിയത്. ഇതോടെ ഹൈക്കമാൻഡ് അയയുന്നു. ഹൈക്കമാൻഡിനെ രാഹുലുമായി എ കെ ആന്റണിയും സംസാരിക്കുന്നു. സുധാകരനെ കൂടെ നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നു. അതിന്റെ കാര്യകാരണങ്ങൾ രാഹുലിനെ ധരിപ്പിക്കുന്നു. കോൺഗ്രസിൽ പിളർപ്പുണ്ടാകുന്നത് ഗുണകരമാകില്ല എന്ന് എ കെ ആന്റണി നിലപാടെടുത്തു എന്നാണ് മനസ്സിലാകുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖർഗെയെയും ആന്റണി ബന്ധപ്പെട്ടു. സുധാകരന് സീറ്റ് നൽകണമെന്നും പിടിവാശി കളയണമെന്നും ആവശ്യപ്പെട്ടു എന്നതാണ് മനസ്സിലാക്കുന്നത്. മുതിർന്ന പ്രവർത്തക സമിതി അംഗത്തിന്റെ ഈ ആവശ്യം, ഈ പ്രതിസന്ധി ഘട്ടത്തിലെ ഇടപെടൽ ഖർഗെയും ഹൈക്കമാൻഡും അംഗീകരിച്ചു എന്നതായിരുന്നു സാഹചര്യം. അങ്ങനെ മഞ്ഞുരുകുന്നു. സുധാകരന് മത്സരിക്കാൻ അവസരം ഒരുങ്ങുന്നു. ഒടുവിൽ കെ സുധാകരന്റെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് പൂർണ്ണമായും വഴങ്ങുന്നു എന്നതാണ് സാഹചര്യം. കണ്ണൂരിൽ സുധാകരൻ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും. നിരവധി തവണ ജയപരാജയങ്ങളുടെ അനുഭവം രുചിച്ചിട്ടുള്ള ആളാണ് കെ സുധാകരൻ. 1980, 82 വർഷങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എടക്കാട് നിന്നും 87 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ നിന്നും മത്സരിച്ചു എങ്കിലും പരാജിതനായിട്ടുണ്ട്. 91 നിയമസഭയിലേക്കുള്ള എടക്കാട് മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ CPMലെ ഒ ഭരതനോട് തോറ്റു. 96 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് വിമതനായി ഇടതുമുന്നണിയുടെ പിന്തുണയോടെ മത്സരിച്ച N രാമകൃഷ്ണനെ തോൽപ്പിച്ച് കണ്ണൂരിൽ നിന്ന് സുധാകരൻ ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് 2001 ഇടത് സ്വതന്ത്രനായ കാസിം ഇരിക്കൂറിനെയും 2006 CPM നേതാവായ KP സഹദേവനെയും തോൽപ്പിച്ച് കണ്ണൂരിൽ നിന്ന് നിയമസഭാംഗമായി. 2001-2004 കാലഘട്ടത്തിൽ എ കെ ആന്റണി മന്ത്രിസഭയിൽ കെ സുധാകരൻ വനം വകുപ്പിന്റെ ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു. 2009 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMലെ കെ രാഗേഷിനെ തോൽപ്പിച്ച് കണ്ണൂരിൽ നിന്ന് ആദ്യമായി ലോക്സഭാംഗമായി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും PK ശ്രീമതിയോട് പരാജയപ്പെട്ടു. അപരന്മാർ പിടിച്ച വോട്ടാണ് സുധാകരൻ അന്ന് വിനയായത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുകോട്ടയായി ഉദുമയിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും CPMന്റെ കുഞ്ഞിരാമനോട് തോറ്റു. 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ സിറ്റിംഗ് MP ആയിരുന്ന CPMലെ PK ശ്രീമതിയെ 1 ലക്ഷം വോട്ടുകൾക്കടുത്ത ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചാണ് സുധാകരൻ വീണ്ടും ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ സിറ്റിംഗ് MP ആയിരുന്ന സുധാകരൻ CPMലെ MP ജയരാജനെ 1,08,982 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി വീണ്ടും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് MP ആയി തുടരുകയാണ് സുധാകരൻ. ഈ ഘട്ടത്തിലാണ് കോൺഗ്രസ് തിരിച്ചുവരുന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ കണ്ണൂരിനെ പ്രതിനിധീകരിക്കണമെന്ന ആഗ്രഹം സുധാകരനുണ്ടാകുന്നത്. അത് വെറും MLA സ്ഥാനത്തിന് വേണ്ടിയുള്ള ആഗ്രഹമല്ല, മറ്റ് പല ആഗ്രഹങ്ങളും മുന്നിൽ വെച്ചുകൊണ്ടാണ് സുധാകരൻ കണ്ണൂരിലേക്ക് എത്താൻ, കണ്ണൂരിനെ പ്രതിനിധീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. കണ്ണൂരിൽ കോൺഗ്രസിന് മേൽവിലാസം ഉണ്ടാക്കിയ വ്യക്തിയാണ് സുധാകരൻ. കണ്ണൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കെ സുധാകരൻ എന്നത് വെറും ഒരു പേര് മാത്രമല്ല, അതൊരു ആവേശം നിറഞ്ഞ വികാരമാണ് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച്. പതിറ്റാണ്ടുകളായി കണ്ണൂരിലെ രാഷ്ട്രീയം സംഘർഷഭരിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങളുള്ള മണ്ണിൽ കോൺഗ്രസിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് സുധാകരൻ എന്ന നേതാവ് വളർന്നത്. CPM കോട്ടകളിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് അചഞ്ചലമായ നേതൃത്വവും സംരക്ഷണവും നൽകുന്നതിൽ സുധാകരൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. കണ്ണൂർ തന്റെ ഹൃദയരക്തമാണ് എന്ന് വിശേഷിപ്പിക്കുന്ന സുധാകരൻ രാഷ്ട്രീയ ആക്രമണങ്ങൾക്കിടയിൽ പ്രവർത്തകരെ സംരക്ഷിക്കാൻ ഒരു തള്ളക്കോഴിയെ പോലെ തന്നെ കൂടെ നിന്ന നേതാവായാണ് അറിയപ്പെടുന്നത്. അതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം കണ്ണൂരിൽ മത്സരിക്കണമെന്ന ആഗ്രഹം ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുന്നത്. ആ വൈകാരിക ബന്ധം ഒന്ന് ഓർമ്മപ്പെടുത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ സുധാകരൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചെയ്തത്. തന്റെ ജീവിതം പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച വ്യക്തിയാണ് സുധാകരൻ. അങ്ങനെയാണ് സുധാകരനോട് അടുപ്പമുള്ളവർ കാണുന്നത്. കണ്ണൂർ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ 2012 നടന്ന സംഭവം, അത് കെ സുധാകരന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തന്നെ ഏറ്റവും വിവാദപരമായ അധ്യായങ്ങളിൽ ഒന്നാണ്. മണൽ കടത്തുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത തന്റെ വിശ്വസ്തനായ കല്ലിക്കോടൻ രാഗേഷ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ മോചിപ്പിക്കാൻ അന്ന് സുധാകരൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി. സ്റ്റേഷനുള്ളിൽ കയറി ഒടുവിൽ പ്രവർത്തകരുമായി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സുധാകരൻ, കേസും പ്രശ്നങ്ങളും ഒക്കെ ആയെങ്കിലും ഒരു നേതാവ് എങ്ങനെയാണ് തന്റെ അണികളെ ഏതറ്റം വരെയും സംരക്ഷിക്കാൻ പോകും എന്നതിന്റെ ഉദാഹരണമായി അദ്ദേഹത്തിന്റെ അനുയായികളൊക്കെ ഈ സംഭവത്തെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അങ്ങനെ വളരെ വൈകാരികമായ ബന്ധം അദ്ദേഹവുമായി പുലർത്തുന്ന ആളുകളാണ് കണ്ണൂരിലുള്ളത്. അദ്ദേഹത്തിന് അവിടെ സ്വന്തമായ ഒരു ബ്രിഗേഡ് തന്നെയുണ്ട്, ഒരു സേന തന്നെയുണ്ട് കണ്ണൂരിൽ എന്ന് പറയാം. എന്തായാലും ആ സാഹചര്യങ്ങളും കണ്ണൂരിലെ
മലബാറിലെ സ്വാധീനവും ഒക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് സുധാകരൻ ഈ യുദ്ധം നയിച്ചത്. ഏറ്റവും ഒടുവിൽ AK ആന്റണിയുടെ സർട്ടിഫിക്കറ്റ് കൂടി കിട്ടുമ്പോൾ സുധാകരൻ അതിന്റെ അംഗീകാരം കിട്ടുന്നു, മത്സരിക്കാനുള്ള അവസരം ഒരുങ്ങുന്നു എന്നതായിരുന്നു നമ്മൾ ഇതുവരെ കണ്ട കാഴ്ച. പക്ഷേ എന്നാലും പട്ടിക വൈകുകയാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് പട്ടിക വൈകുന്നത്? എന്തുകൊണ്ടാണ് ഈ കെ സുധാകരന് മത്സരിക്കാമെന്ന ഉറപ്പ് നൽകിയിട്ടും പട്ടിക വൈകുന്നത്? കെ സുധാകരന് ഡൽഹിയിൽ നിന്ന് മടങ്ങാൻ കഴിയാത്തത്, പട്ടിക പ്രസിദ്ധീകരിക്കാത്തത് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ഇനിയും എന്തെങ്കിലും അനിശ്ചിതത്വം ഉണ്ടോ എന്ന സംശയം നിലനിൽക്കുകയാണ്. ആ സംശയത്തിൽ മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ കണ്ണൂരിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. ഞങ്ങളുടെ പ്രതിനിധി KV ബൈജു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചിട്ടുള്ള നാടകീയത തുടരുന്നു എന്നതാണ്. സുധാകരന് ഒരു ഉറപ്പും ലഭിച്ചിട്ടില്ല എന്ന വിവരങ്ങൾ കണ്ണൂരിൽ നിന്ന് ചിലർ പുറത്തുവിടുന്നുണ്ട്. AK ആന്റണി ആവശ്യപ്പെട്ടത് പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കരുതെന്ന് മാത്രമാണ്. സുധാകരന് മുന്നിൽ ഹൈക്കമാൻഡ് മുട്ടുമടക്കിയെന്ന വാർത്ത വ്യാജമാണ് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞിരുന്നു. അതിന് അങ്ങനെ ഒരു വ്യാഖ്യാനം നൽകിയത് മാധ്യമങ്ങളാണ് എന്നതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. MP-മാർ മത്സരിക്കേണ്ട എന്ന നിലപാടിൽ കേന്ദ്ര നേതൃത്വം ഉറച്ചു നിൽക്കുന്നതായും രാജ്മോഹൻ ഉണ്ണിത്താൻ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ സുധാകരന്റെ സമ്മർദ്ദം അത് പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഉൾക്കൊണ്ട ഇടത്തു നിന്ന് ചില മാറ്റങ്ങളിലേക്ക് കാര്യങ്ങൾ വീണ്ടും പോകുന്നു എന്നൊരു സംശയം ഇപ്പോൾ KV ബൈജു നമുക്ക് ഒപ്പം ചേരും. സുധാകരൻ ഇന്ന് രാത്രിയോടെ കണ്ണൂരിലേക്ക് മടങ്ങിയെത്തുമെന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. KV ബൈജു വിവരങ്ങൾ വായിച്ചേരും. എന്തായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ബൈജു അല്പസമയത്തിനകം ചേരും. നമുക്ക് സുധാകരന് പിന്നാലെ സ്ഥാനാർത്ഥിത്വത്തിനായി സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് അടൂർ പ്രകാശ്. കോന്നിയിൽ സ്ഥാനാർത്ഥിയായി തന്നെയും പരിഗണിക്കണമെന്ന് അടൂർ പ്രകാശ് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടു എന്ന വിവരങ്ങളുണ്ട്. കെ സുധാകരന് നേതൃത്വം വഴങ്ങുമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് അടൂർ പ്രകാശും സമ്മർദ്ദം ശക്തമാക്കുന്നത്. മത്സരിക്കാനില്ലെന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതിന് പിന്നാലെയാണ് അടൂർ പ്രകാശിന്റെ ഈ സമ്മർദ്ദ നീക്കം. അതായത് കെ സുധാകരന് മാത്രം ഇളവ് നൽകുന്നു എന്നൊരു ഘട്ടത്തിലാണ് അടൂർ പ്രകാശ് നീക്കം ശക്തമാക്കിയിരിക്കുന്നത്. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വ വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് അടൂർ പ്രകാശ് താൻ മത്സരിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത്. എന്നാൽ സുധാകരന് സീറ്റ് നൽകാൻ ഹൈക്കമാൻഡ് തയ്യാറായതിന് പിന്നാലെ അടൂർ പ്രകാശ് പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു. ഇതോടെ കോന്നി നിയമസഭാ സീറ്റിൽ അടൂർ പ്രകാശ് തന്നെ മത്സരിക്കുമോ എന്ന ആകാംക്ഷയും ഉടലെടുത്തിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോന്നിയിൽ കൂടുതൽ ശ്രദ്ധ നൽകണമെന്നതാണ് പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടതെന്നാണ് FB പോസ്റ്റിൽ ഉണ്ടായിരുന്നത്. പാർട്ടിയുടെ തീരുമാനത്തിനൊപ്പം നിൽക്കേണ്ടത് തന്റെ കടമയാണ്. കോന്നിയിൽ UDFന്റെ വിജയത്തിനായി പ്രവർത്തിക്കും. പാർട്ടി നേതൃത്വം തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നത് ഉത്തരവാദിത്തമാണെന്നും അടൂർ പ്രകാശ് ഈ പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു.
ഇപ്പോൾ KV ബൈജു നമുക്കൊപ്പം ചേരുകയാണ്. കണ്ണൂരിൽ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച നാടകീയത തുടരുന്നു. സുധാകരന് ഒരു ഉറപ്പും ലഭിച്ചില്ല എന്ന വിവരങ്ങൾ കണ്ണൂരിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് ആ വിവരങ്ങൾ വരുന്നത്. ബൈജു, എന്താണ് സാഹചര്യം? ഹൈക്കമാൻഡ് സുധാകരന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി സുധാകരൻ മത്സരിക്കും എന്ന തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞതോടുകൂടിയാണ് വലിയ രീതിയിൽ കാര്യങ്ങൾ ഉണ്ടോ എന്നൊരു സംശയം ജനിക്കുന്നത്. ഈ ലിസ്റ്റ് വലിയതായി നീണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്, അത് പുറത്തേക്ക് വരുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. എന്താണ് കണ്ണൂരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ? രേണുക, സംഭവ ബഹുലമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. രാവിലെ മുതൽ അതിനാടകീയത എന്ന് പറയേണ്ടി വരും. സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരന് സീറ്റ് നൽകി എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ അണികളുടെ വലിയ തോതിലുള്ള ആഹ്ലാദ പ്രകടനവും പടക്കം പൊട്ടിക്കലും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു ഉറപ്പും, അതായത് സുധാകരന് ഈ കണ്ണൂരിൽ സീറ്റ് നൽകാമെന്നതിന് ഒരു ഉറപ്പും നൽകിയിട്ടില്ല എന്ന വിവരം പുറത്തു വരുന്നത്. നിലവിൽ സുധാകരന് കണ്ണൂരിൽ ഇതുവരെ സീറ്റ് നൽകിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് മോഹൻ തന്നെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്നാണ്. അങ്ങനെ ഇത് സംബന്ധിച്ച് രാജ്മോഹൻ ഉണ്ണിത്താനും അതിന്റെ നിലപാട് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് MP-മാർ മത്സരിക്കേണ്ട എന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം, പ്രത്യേകിച്ച് മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ള അവരുടെ തീരുമാനം, അത് അതേപടി നിലനിൽക്കുന്നു. ഇതിനിടയിൽ ഇങ്ങനെ ഒരു പ്രചരണമുണ്ടായി, അത് വ്യാജമാണെന്നാണ് കൃത്യമായി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെ പറയുന്നത്. അത് മാത്രമല്ല, സണ്ണി ജോസഫ് ഈ കാര്യത്തിൽ നമ്മൾ ചോദിച്ചപ്പോൾ അത് ഹൈക്കമാൻഡോട് ചോദിക്കൂ എന്നാണ് വ്യക്തമാക്കിയത്. AK ആന്റണി പാർട്ടിക്കെതിരായ ഒന്നും ചെയ്യരുതെന്നാണ് സുധാകരനോട് പറഞ്ഞതെന്ന വിവരവും പുറത്തു വരുന്നു. അങ്ങനെ ഇതുവരെ സുധാകരന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. എന്തായാലും വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് രാത്രിയോടുകൂടി സുധാകരൻ ബൈജു ഇനിയിപ്പോൾ സുധാകരൻ മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും കോൺഗ്രസിൽ പ്രതിസന്ധി ഒഴിയില്ല എന്നൊരു ഘട്ടമാണോ ഉള്ളത്? അങ്ങനെയാണോ കാര്യങ്ങൾ രൂപപ്പെടുന്നത്? തീർച്ചയായും സുധാകരൻ സ്വതന്ത്രനായി കണ്ണൂരിൽ മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ സീറ്റ് നൽകുന്നില്ലെങ്കിൽ സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. അതോടൊപ്പം ഏറ്റവും വലിയ വെല്ലുവിളി പേരാവൂരിലാണ്. സണ്ണി ജോസഫിനെ, അതായത് സുധാകരനെ മത്സരിപ്പിക്കുന്നില്ലെങ്കിൽ സണ്ണി ജോസഫിന് വോട്ടില്ല എന്ന തരത്തിലുള്ള വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. വാട്സാപ്പുകളിൽ വലിയ പ്രചരണം നടക്കുന്നുണ്ട്. ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്ന സാഹചര്യമുണ്ട്. പ്രതിഷേധ പ്രകടനവുമായി ഈ സുധാകരൻ അനുകൂലികൾ എത്തുന്ന സാഹചര്യമുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വളരെ രസകരമായ ഒരു സംഭവം നടന്നത് DCC ഓഫീസിലാണ്. അവിടെ മണ്ഡലം പ്രസിഡന്റുമാരുടെ ത്തിൽ സുധാകരൻ മത്സരിക്കുന്നതിനെതിരായി കൂടുതൽ ആളുകൾ രംഗത്ത് വന്നതെന്നാണ് ഏറ്റവും പ്രധാനം. അതായത് സുധാകരനെ അനുകൂലിച്ചും സുധാകരനെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് എതിർത്തും ആളുകൾ രംഗത്ത് വരുന്നതാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ രംഗത്ത് കാഴ്ച. ഏതായാലും ആ ഒരു വലിയ തർക്കം ആ യോഗത്തിലുണ്ടായെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അവിടെ നിന്നും കോൺഗ്രസ് നേതാക്കൾ എത്തി പുറത്ത് വലിയ രീതിയിലുള്ള ആഘോഷം അവിടെ നമ്മൾ കണ്ടതാണ്. പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയായിരുന്നു. ആ പടക്കം ഇനിയും അതിന്റെ വലിയ ശേഖരമുണ്ട്. അത് സുധാകരൻ കണ്ണൂരിന്റെ മണ്ണിലേക്ക് എത്തുമ്പോൾ ബാക്കി ആഘോഷം എന്ന നിലയിലൊക്കെ പ്രവർത്തകർ വലിയ ആഹ്ലാദ പ്രകടനത്തിലായിരുന്നു ഉച്ച മുതലുള്ള സമയത്ത്. അവിടെ ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ മാറുന്നത് TO മോഹനെ അനുകൂലിക്കുന്നവരാണോ ഇപ്പോൾ ഈ എതിർത്ത് രംഗത്ത് വരുന്നത്? എതിർ വികാരം ശക്തമാകുന്നതിന് പിന്നിൽ അവരാണോ? അതോ മറ്റ് MP-മാർക്ക് മത്സരിക്കാനുള്ള സാഹചര്യം അവർ പിടിവലി തുടരുന്നുണ്ട്? സുധാകരനെ അനുവദിച്ചാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന സാഹചര്യമാണോ? ഇപ്പോൾ സാധ്യത മങ്ങുന്നു സുധാകരന്റേത് എന്നതാണോ സാഹചര്യം? അതെ രേണുക, സുധാകരന് ഒരു സാധ്യതയുമില്ല എന്ന് തന്നെയാണ് നമ്മൾ ഇത്രയും സമയം DCC ഓഫീസിൽ നിന്നും ഇവരുടെ നേതാക്കളോട് സംസാരിച്ചപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചത്. അതോടൊപ്പം ദില്ലിയിൽ ബന്ധപ്പെട്ടപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സുധാകരന് സീറ്റ് നൽകാൻ ഒരു സാധ്യതയുമില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വലിയ തോതിലുള്ള പൊട്ടിത്തെറിയിലേക്ക് കണ്ണൂർ കോൺഗ്രസ് മാറും. അതുമാത്രമല്ല, സംസ്ഥാന തലത്തിൽ തന്നെ അത് കോൺഗ്രസിനെ എങ്ങനെ ബാധിക്കുമെന്നാണ് അറിയേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനം VD സതീശൻ ഇത് എതിർപ്പുമായി രംഗത്ത് വന്നു. അതായത് പ്രതിപക്ഷ സ്ഥാനം താൻ ഒഴിയും, അതായത് സുധാകരന് സീറ്റ് നൽകുകയാണെങ്കിൽ പ്രതിപക്ഷ സ്ഥാനം താൻ ഒഴിയും എന്ന തരത്തിൽ പോലും VD സതീശൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ ഉള്ളൊരു സമ്മർദ്ദം ഈ രണ്ടു ഭാഗത്തു നിന്നും നോക്കിയാൽ സുധാകരന് സീറ്റ് നൽകാൻ ഒരു സാധ്യതയും കാണുന്നില്ല. നിലവിൽ ഒരു ഉറപ്പും സുധാകരന് നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിലാണ് DCC ഓഫീസിൽ നിന്നും ഉണ്ടായ സംസാരവും. ശരി, എന്തായാലും വലിയ ട്വിസ്റ്റുകളാണ് നമ്മൾ ഇതുവരെ കോൺഗ്രസിൽ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിലും വലിയ ട്വിസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന സാഹചര്യമാണ് KV ബൈജു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. സുധാകരൻ മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും വലിയ തലവേദന കോൺഗ്രസിനെ കാത്തിരിക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ലല്ലു കൂടി ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ലല്ലു, നോക്കൂ,
വലിയ പ്രതിസന്ധി. കോൺഗ്രസ് ഏറ്റവും പ്രതീക്ഷയോട് കണ്ട, അവർക്ക് ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിന് മുൻപിലാണ് ഉണ്ടാകുന്നത്. അതൊരു തരത്തിൽ പരിഹരിച്ചു എന്നതായിരുന്നു, എ.കെ. ആന്റണിയുടെ ഇടപെടലോടുകൂടി പരിഹരിച്ചു എന്നതായിരുന്നു ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന സാഹചര്യമെങ്കിൽ ഇതാ ഇപ്പോൾ എല്ലാം മാറി മറിയുകയാണ്. വി.ഡി. സതീശൻ കടുത്ത നിലപാട് തുടരുന്നു എന്നതാണ് കെ.വി. ബൈജു പറയുന്നത്. ഇനി മത്സരിച്ചാലും വലിയ പ്രതിസന്ധി കോൺഗ്രസിനെ അവിടെ കണ്ണൂരിൽ കാത്തിരിക്കുന്നു എന്നൊരു സാഹചര്യം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ലല്ലു? രേണുക, എ.കെ. ആന്റണി പറഞ്ഞത് പാർട്ടിക്ക് ദോഷം ചെയ്യുന്നതൊന്നും സുധാകരന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പ് മാത്രമാണ് എ.കെ. ആന്റണി. അദ്ദേഹത്തോട് ആവർത്തിച്ച് ചോദിച്ചു, കെ സുധാകരന്റെ ഈ നിലപാട് പാർട്ടിക്ക് ദോഷം ചെയ്യില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വേണ്ടിയിട്ടില്ല. മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ കലഹത്തിലേക്ക് പോകരുത്, അല്ലെങ്കിൽ ഒരു വാർത്താസമ്മേളനം നടത്തരുത് എന്നുള്ള മട്ടിലാണ് എ.കെ. ആന്റണി കെ സുധാകരനോട് ആവശ്യപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു സീറ്റ് വാഗ്ദാനം എ.കെ. ആന്റണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന രാജ്ഭവൻ ഉണ്ണിത്താൻ്റെ വാക്കുകൾ ശരിയാണ് എന്നാണ് അതിനുശേഷമുള്ള സംഭവ വികാസങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. രാവിലെ കെ സുധാകരൻ വരുമെന്ന് കരുതി പടക്കമൊക്കെ പൊട്ടിച്ച പ്രവർത്തകർക്കും ഇപ്പോൾ ആവേശമില്ല എന്നാണ് ബൈജു സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാക്കിയുള്ള പടക്കത്തിൽ വെള്ളം കോരി ഒഴിക്കേണ്ടി വരും എന്നുള്ള അവസ്ഥയിലാണ് നിലവിലുള്ള സാഹചര്യം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏതായാലും ഒരു കാര്യം സത്യമാണ്, വി.ഡി. സതീശൻ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് എം.പിമാരും മത്സരിക്കരുത് എന്ന് ഇവിടെ നിന്നെടുത്ത് ഡൽഹിയിലേക്ക് പോയ ആ ഒരു നിലപാടിൽ പ്രതിപക്ഷ നേതാവ് ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ നിലപാട് ദില്ലിയിലെത്തിയ ശേഷം ആരൊക്കെയാണ് ആ നിലപാടിൽ വെള്ളം ചേർത്ത് കെ സുധാകരൻ്റെ മത്സരിക്കാനുള്ള ആ ഒരു ആഗ്രഹത്തിന് തിരി പകർന്നത്, അതിലെണ്ണ ഒഴിച്ചത് എന്ന ചർച്ചയും ഇപ്പോൾ കോൺഗ്രസിലുണ്ട്. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ കെ സുധാകരൻ മത്സരിക്കുന്നെങ്കിൽ മത്സരിക്കട്ടെ എന്ന നിലപാടെടുത്തു. പക്ഷേ വി.ഡി. സതീശൻ ഇപ്പോഴും ഞാൻ ഒന്ന് തിരിച്ചു വരാം. ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.